തലശ്ശേരി കിടങ്ങിയിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന 2 വിദ്യാർത്ഥികളെ രക്ഷിച്ച ഹൃദുനന്ദിനും ശ്രീഹരിക്കും മഹല്ല് കമ്മിറ്റിയുടെ ആദരം. ചീരോത്ത് ഹനീഫയുടെ മകൻ അഫ്നനെയും കുവൈൽ സമീറുടെ മകൻ മുഹമ്മദ് സയാനെയുമാണ് ഇരുവരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. സ്കൂൾ അവധിക്കിടെ തലശ്ശേരി കിടങ്ങിയിലെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു മറ്റൊരു സഹപാഠിക്കൊപ്പം സുഹൃത്തുക്കളായ അഫ്നഹും സയാനും. അതിനിടെ സയാൻ കയത്തിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. സയാനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അഫ്നഹും മുങ്ങിയത്. ഇരുവരും കുളത്തിൽ മുങ്ങുന്നത് കണ്ടതോടെ ഒപ്പം കുളിക്കാനുണ്ടായിരുന്ന സഹപാഠി നിലവിളിച്ചു. സഹപാഠിയുടെ ശബ്ദം കേട്ടാണ് കുളത്തിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ശ്രീഹരിയും ഹൃദുനന്ദും ഓടിയെത്തിയത്. മറ്റൊന്നും ചിന്തിക്കാതെ ഇരുവരും കുളത്തിലേക്ക് എടുത്തു ചാടി 2 പേരെയും രക്ഷിച്ചു. സയാനും അഫ്നഹും പറഞ്ഞാണ് ഹൃദുനന്ദിന്റെയും ശ്രീഹരിയുടെയും ധീരത നാടറിഞ്ഞത്. ഇവിടെ കുത്തുന്ന കുറെ വലിയ ആള് പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കോണു ആയിട്ട് നീന്തി കളിക്കേ. നമ്മൾ നീന്തി കളിക്കുമ്പോൾ അപ്പാട് മുങ്ങിപ്പോയി. ഇവൻ്റെ അടുത്ത് ജാക്കറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഞാനങ്ങ് പിടിച്ച് നോക്കുമ്പോൾ ജാക്കറ്റ് കഴിച്ചിരിക്കുന്നതാണ്. ഞാൻ ആണ്ട് പോയി. പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. പറയുമ്പം ബായിൽ വെള്ളം കയറും. പിന്നെ ഇവര് കരയിലേറ്റ് കയറ്റി. നമ്മളിവിടുന്ന് കളിക്കായിരുന്നു. അന്നേരം മേലെ നിന്നുള്ളവർ പറഞ്ഞു ഓല് താണ്ടു വന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങേക്ക് തുള്ളി നമ്മൾ രണ്ടാളും കിട്ടിയില്ലേന്. പിന്നെ നോക്കുമ്പോൾ ഷർട്ട് ഉണ്ട്, അത് പിടിച്ച് വലിച്ച്. പിന്നാലെയാണ് കിടങ്ങി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുവർക്കും ആദരമൊരുക്കിയത്. വ്യവസായി കെ സൈനുൽ ആബിദീൻ ഇരുവർക്കും 5000 രൂപ ക്യാഷ് അവാർഡും നൽകി. പ്രായപൂർത്തിയാകുമ്പോൾ വിനോദയാത്ര എന്ന വാഗ്ദാനവും ഹൃദുനന്ദിനും ശ്രീഹരിക്കും നൽകി. വളരെ പെട്ടെന്ന് വലിയൊരു അപകടം നടക്കാൻ പോകുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ 2 പിഞ്ചു കുട്ടികൾ അവരെ രക്ഷിക്കാനുള്ള ആ ദൗത്യത്തിൽ ഏർപ്പെട്ട് തന്നെ അവർ പ്രശംസക്ക് അർഹരായവരാണ്. അതുകൊണ്ട് ആബിദ്ക പ്രത്യേകം അവരെ ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തതോടൊപ്പം തന്നെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ അവർക്ക് 5000 ഉറുപ്പിക വീതം ക്യാഷ് അവാർഡ് അവിടെ വെച്ച് തന്നെ വിതരണം ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ടൂറും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാമെന്ന് ഞങ്ങളോട് അവർ ആബിദ്ക പറയുകയും ചെയ്തു. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ 2 പേരുടെ ജീവൻ രക്ഷിച്ച ഹൃദുനന്ദിന്റെയും ശ്രീഹരിയുടെയും ധീരതയ്ക്ക് കൈയടിക്കുകയാണ് ഒരു നാട് മുഴുവൻ. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.